Good evening all. സോ നമ്മളുടെ ഫൈനൽ സെഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറയുന്ന ഫൈനൽ സെഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടു. സേ ഹലോ ടു എന്നുള്ള സെഷൻ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ സെഷനിൽ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ വാക്ക് വിത്ത് ഇഗ്നോ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ യൂണിവേഴ്സിറ്റീനൊക്കെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മളുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു സിലബസ് ഡീകോഡിംഗ്. നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു പഠിക്കാനുള്ളത് എന്നുള്ളതൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. അങ്ങനെ നമ്മളുടെ സെഷൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മളുടെ അതുപോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡറിനായിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞു. നമ്മുടെ ലേൺ വൈസിനെ കുറിച്ചിട്ട്, നമ്മുടെ ആപ്സിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ നിങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫൈനൽ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണിത്, സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു പേര് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഓഫ് ദിസ് അക്കാഡമിക് ജേർണി. നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്താ പറയാ, ഒരു നല്ലൊരു സ്റ്റാർട്ട് അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു സെഷൻ. ഫൈനൽ സെഷൻ ആണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മളുടെ MA ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു നിങ്ങളുടെ ആ എന്താ പറയാ ആ ഒരു ജേർണി നിങ്ങൾ ഇപ്പൊ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ഈ സെഷന് നമ്മളുടെ കൂടെ കുറച്ച് സ്പെഷ്യൽ ആളുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളുടെ CEO ആയ റഹീസാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആദില ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ടീം ലീഡ് ആയിട്ടുള്ള ലിൻസി മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷിലെ മെന്റർ ആയിട്ടുള്ള ജയ്ഷ മാം, അതുപോലെ സൈക്കോളജി മെന്റർ ആയിട്ടുള്ള സുനീറ, അതുപോലെ തന്നെ നമ്മളുടെ കൊമേഴ്സിലെ മെന്റർ ആയിട്ടുള്ള ഹിബ, ഇവരെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. സോ നമ്മളുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ വരുന്നത് നമ്മളുടെ ഈ ഒരു സെഷനിലാണ് നമ്മളുടെ ടൈം ടേബിൾ, നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷനിലാണ്. അതിനുശേഷം നമ്മളുടെ ഒരു ഫീഡ്ബാക്കിലേക്ക് പോവാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള ഒക്കെ ബേസ് ചെയ്തിട്ട് ബെസ്റ്റ് പെർഫോമറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 ആളെ നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആരാണെന്നുള്ളത് നമ്മൾ ഈ സെഷനിലാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യും. നമ്മൾ ഈ കഴിഞ്ഞു പോയിട്ടുള്ള സെഷൻസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാപ്പപ്പ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീഡ്ബാക്ക്, അതെല്ലാം കൂടി നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ അവസാനിച്ച് നമ്മളുടെ സ്റ്റഡീസ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങളുടെ ടൈം ടേബിൾ ലോഞ്ചിങ് ആണ് നമ്മളുടെ സാർ ചെയ്യാൻ പോകുന്നത്. സോ ഓവർ ടു യു സർ. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നിങ്ങളിപ്പോൾ മേഘ മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ 9 സെഷൻസ്, നമ്മൾ ഓറിയന്റേഷൻ 9 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫൈനൽ സെഷൻ നമ്മൾ 10ാമത്തെ സെഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇത്രയും ദിവസത്തെ സെഷനിൽ നമ്മളൊരു സ്റ്റഡീസ്, നമ്മളൊരു കോഴ്സ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അംബിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓഫ് കോഴ്സ് സ്റ്റഡീസ് തന്നെയാണ്. അപ്പോൾ ആ സ്റ്റഡീസ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആപ്പ് നോക്കിയ സമയത്ത് നിങ്ങൾക്ക് 4 കോഴ്സസ് കാണാം. കുറേ 4 അല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 8-9 സബ്ജക്റ്റിന്റെ കോഴ്സസ് കാണാം. അതുപോലത്തെ കുറേ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് കാണാം, കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. അങ്ങനെ ആപ്പിൽ കുറേ കാര്യങ്ങൾ ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എക്സാമിന് വേണ്ടല്ലോ, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ലേണറിനെ സംബന്ധിച്ച് എന്തൊക്കെ വേണോ അതെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ അതിന് നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങണ്ടേ എന്ന് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഏത് ദിവസം പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ടൈം ടേബിളും കാര്യങ്ങളും വെച്ചിട്ടാണ് ലേൺ വൈസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5th മുതൽ നമ്മൾ മൺഡേ മുതൽക്ക് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. അത് വെച്ച് പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറേ സമയം വേസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് 9 സെഷനിൽ ലേൺ വൈസ് എന്താണെന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ സെഷനിലും ക്ലിയർ ആയിട്ട് എല്ലാവരും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം ടേബിളിന്റെ ലോഞ്ചിനായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി നിങ്ങളുടെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. വിസിബിൾ അല്ലേ?
ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ MA ഇംഗ്ലീഷ് ജൂലൈ 24 ബാച്ചിന് അല്ലെങ്കിൽ ഏതൊരു MA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 4 മെയിൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാണ്ടായിരിക്കുക, അല്ലെങ്കിൽ 4 പേപ്പേഴ്സ് ആണുള്ളത്. നിങ്ങൾക്കറിയാം ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്, പിന്നെ ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് ഡ്രാമ ആൻഡ് ബ്രിട്ടീഷ് നോവൽ. ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളുടെ മൊത്തം ആ ഒരു കോഴ്സ് വർക്ക് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1 ഇയർ കൂടും, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാംസും കാര്യങ്ങളും വരിക. അപ്പോൾ ആ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് എക്സാം വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഒരു കോഴ്സിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് ജൂലൈ മുതൽക്ക് ഡിസംബർ വരെയുള്ള ഒരു സെഷനും ആൻഡ് അഗെയിൻ നമ്മൾ ജാനുവരി മുതൽക്ക് ജൂൺ വരെയുള്ള സെഷനുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ടു ഡിസംബർ എന്ന് പറഞ്ഞ സെഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 പേപ്പറാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ 2 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാൻ നമ്മൾ ടൈം ടേബിളിൽ സെറ്റ് ചെയ്യുന്നത്. ഒന്ന് ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി എന്ന് പറഞ്ഞ പേപ്പറും ആൻഡ് അതർ വൺ ഈസ് ബ്രിട്ടീഷ് ഡ്രാമ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓഗസ്റ്റ് 5 മൺഡേ നിങ്ങൾക്ക് ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി രണ്ട് സബ്ജക്റ്റുകൾ ആണ് വേണ്ടി. നമുക്ക് 2 ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട്, 10:30 AM 7:30 PM എന്ന് പറഞ്ഞ 2 ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 2 ടൈമിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ടൈം 7:30 തന്നെ പഠിക്കണം അല്ലെങ്കിൽ 10:30 തന്നെ പഠിക്കണം എന്നല്ല നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 7:30 നിങ്ങളുടെ എപ്പോഴാണോ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം, ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ 2 പേപ്പറിന്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, നമ്മൾ 2 പേപ്പർ സൈമിൾട്ടേനിയസ്ലി പാരലലി പോവുകയാണ്. അപ്പൊ ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൺഡേ കാണാം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഡ്രാമയുടെയും ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നിങ്ങൾ മൺഡേ കാണേണ്ടത്. അതിനുശേഷം ട്യൂസ്ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്യൂസ്ഡേ നിങ്ങൾക്ക് ലെസൺ 1 അല്ലെങ്കിൽ ബ്ലോക്ക് 1 ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറിയുടെ ലെസൺ 1 വാച്ച് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ആ ദിവസം എന്തും കൂടി വാച്ച് ചെയ്യണം, ബ്രിട്ടീഷ് ഡ്രാമയുടെ ലെസൺ 1 കൂടി നിങ്ങൾ കാണണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 12 നിങ്ങൾക്ക് ബ്ലോക്ക് 1 ബ്രിട്ടീഷ് ഡ്രാമയുടെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യണം. ഈ ബ്രിട്ടീഷ് ഡ്രാമയുടെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെയുള്ള 2 ദിവസം നിങ്ങൾക്ക് റിവിഷൻ സെഷൻ ആണ്, അല്ലെങ്കിൽ ലൈവ് സെഷൻസ്, അസൈൻമെന്റ് റൈറ്റിംഗ്, സെൽഫ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് അത് പഠിക്കാൻ എന്താ പറയുക ഫുൾ ആയിട്ട് നമുക്ക് ക്ലാസ്സസ് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ്സസ് മിസ്സായ ക്ലാസ് കാണാം, അല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇവിടെ സാറ്റർഡേ കഴിഞ്ഞ് നമ്മൾ സൺഡേസിലും ക്ലാസ് ഇടുന്നുണ്ടാവില്ല കേട്ടോ. സൺഡേസിൽ നിങ്ങൾക്ക് ഫ്രീ ആവും. ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ദിവസങ്ങളിൽ ആ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അഗെയിൻ 2 ദിവസം കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 നമ്മൾ ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറിയുടെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറിയുടെ ആ 2 ബ്ലോക്ക് അതിന്റെ ലൈവ് സെഷൻസ് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു ലെസൺസ് കാണുക എന്നുള്ളത് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്, നിങ്ങൾ അതിലൊരു വീഡിയോസ് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ സമ്മറി പോലെ 10 മിനിറ്റിന്റെയോ 12 മിനിറ്റിന്റെയോ ഒരു വീഡിയോസ് ആണ് ഉണ്ടാവുക. ആ വീഡിയോസ് മാത്രമല്ല കാണേണ്ടത്, അതിന്റെ കൂടെ SLM നിങ്ങൾ കമ്പൽസറി ആയിട്ട് വായിച്ചിരിക്കണം. വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം, അത് നിങ്ങൾ വായിച്ചിരിക്കണം. അതിന്റെ കൂടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, ഓരോ ലെസൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നിങ്ങൾ കാണണം. ആൻഡ് അത് കഴിഞ്ഞ് ഇതൊക്കെ വെറുതെ കണ്ടുപോവല്ല വേണ്ടത്, അതിന്റെ കൂടെ എന്താണ് അതിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പേപ്പർ എടുത്ത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആൻഡ് ലൈവ് സെഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതർ നിങ്ങൾ ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ഓർ നിങ്ങളുടെ മെന്റേഴ്സിൽ ആരെങ്കിലും ഒരാളായിരിക്കും ലൈവ് സെഷൻസ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് അതിൽ എന്താണ് മാം ഡൗട്ട്, എന്താണ് കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ലൈവ് സെഷൻസ് പറഞ്ഞ ഈ പേപ്പർ നമ്മൾ SLM വേർഡ് ബൈ വേർഡ് പറയലല്ല ലൈവ് സെഷൻസ്, നിങ്ങൾക്ക് ഇതിന്റെ ഒരു സമ്മറി പറഞ്ഞു തരൽ മാത്രമാണ്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷൻസ് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ടാമത് ഒരു വട്ടം കൂടി നിങ്ങൾക്ക് എന്താണ് ആ സ്റ്റഡീസ് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ആ ബ്ലോക്കിനെ കുറിച്ച് സമ്മറി കിട്ടുകയാണ്. അതിനുശേഷം നമ്മൾ അഗെയിൻ ടൈം ടേബിൾ മൂവ് ഓൺ ചെയ്യും. ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ കാണാൻ നമ്മുടെ ഓഗസ്റ്റ് 23 ആകുമ്പോഴേക്കും ബ്രിട്ടീഷ് ഡ്രാമയുടെ ബ്ലോക്ക് കഴിയും. അഗെയിൻ 2 ദിവസം എന്താണ് അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാവും. അങ്ങനെ ലിറ്റററി കിട്ടും. ഈ പാരലലി ആയിട്ട് നമ്മൾ 2 സബ്ജക്ട് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്ത് ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ 2 സബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് ലൈവ് സെഷൻസും കാര്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു ദിവസം ലൈവ് സെഷൻസ് 2-3 ദിവസം ഇട്ടുണ്ടെങ്കിൽ ഒരു ദിവസമേ ക്ലാസ് ഉണ്ടാവുള്ളൂ, എന്തിനാണ് അങ്ങനെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായ ലെസൺസോ കാര്യങ്ങളോ കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യണം, ഒന്നും കൂടി വായിക്കണം, കാണണം എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിവസം അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും ഡേയ്സ് 2-3 ഡേയ്സ് അതിന്റെ കൂടെ നമ്മൾ ലൈവ് സെഷനിൽ ഇടുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ബൈ ദ എൻഡ് ഓഫ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ നവംബർ 12 ഒക്കെ ആകുമ്പോഴത്തേക്ക് 2 സബ്ജക്ട്, ബ്രിട്ടീഷ് ഡ്രാമ ആണെങ്കിലും അതെ, ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറി ആണെങ്കിൽ അതിന് 2 സബ്ജക്ട് നമ്മൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അതിന്റെ ഈ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിന്റെ SLMs നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം PDF നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, ഒബ്ജക്റ്റീവ് ടെസ്റ്റും ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് കുറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല, കാരണം നമുക്കറിയാം 2 ലെസൺസേ കാണാനുള്ളൂ, 2 ചെയ്യാനുള്ളൂ, ഒക്കെ 2
രണ്ട് ലെസൺസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഡേസ് ഗ്യാപ്പ് ഉണ്ട്, ഈ ലൈവ് സെഷൻസ് വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ഗ്യാപ്പ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ ഡിസ്റ്റൻസ് മോഡിൽ എടുത്തത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും നമുക്ക് കോളേജ് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലാത്തതുകൊണ്ടാവും. എന്നിരുന്നാൽ കൂടി ഈ ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പെൻഡിങ് വെക്കാതിരിക്കുക. നമ്മൾ ലൈവ് സെഷന് വരുന്നതിന്റെ മുന്നേ ആ ഒരു ബ്ലോക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യുക. മിനിമം അത്രയെങ്കിലും അന്നത്തെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ആ ഒരു ലൈവ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ മുൻകൂട്ടി നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ അറിയിക്കും. അപ്പൊ ആ ദിവസം ആകുമ്പോഴത്തേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡിസംബർ കുറച്ച് സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി വീണ്ടും ഒന്നും കൂടി റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള ടൈം. നിങ്ങൾക്ക് എക്സാംസ് വരുന്നത് അടുത്ത ജൂണിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്ട് എടുത്തോ ഒന്നുകൂടി സെൽഫ് സ്റ്റഡി നടത്താം. എക്സാം ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, എക്സാം ഫോക്കസ്ഡ് റിവിഷൻ സെഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചെയ്യാം. ഇവിടെ ഒരു ബ്രിട്ടീഷ് ഡ്രാമ മോക്ക് എക്സാം ഉണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ, നിങ്ങളെ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ കാണും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾക്ക് എന്താ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അത് പഠിച്ചതിന്റെ ബേസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് അത് ഫുള്ളി നിങ്ങൾ കോൺഫിഡന്റ് ആണോ, കാര്യങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഫാക്കൽറ്റിനോടോ മെന്ററിനോടോ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ആൻഡ് നമ്മൾ എന്താണ് ഒരു ഡിസംബർ 4th വരെ അല്ലെങ്കിൽ ഡിസംബർ 5th വരെ ആകുമ്പോഴത്തേക്കും ഈ 2 സബ്ജക്റ്റിന് ഫുൾ കാര്യങ്ങൾ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ജാനുവരി ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഇതുപോലെ അടുത്ത 2 സബ്ജക്ട് ബ്രിട്ടീഷ് നോവലും അതുപോലെ ബ്രിട്ടീഷ് പോയട്രിയും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളൊരു എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ പഠിക്കുക. ഇന്ന് എനിക്ക് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ലെസൺ 6 കാണാൻ തോന്നി, നാളെ ബ്രിട്ടീഷ് നോവലിൽ ലെസൺ, അങ്ങനെയല്ല. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യങ്ങളും കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഉണ്ടാവും, ഇല്ലാത്തവരാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നിരുന്നാൽ കൂടി നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ആ ഒരു ബ്ലോക്ക് 1ന്റെ ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നെങ്കിലും അത് വരുന്നതിന്റെ മുന്നെങ്കിൽ ആ ബ്ലോക്ക് കണ്ടിരിക്കാൻ കൃത്യമായിട്ട് നോക്കുക. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റട്ടെ. നിങ്ങളെ മെന്റേഴ്സ് നിങ്ങളുടെ ഏത് ഹെൽപ്പിനും ഒരു എന്താ പറയുക, ഒരു മെസ്സേജിന്റെ ദൂരത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എടുത്ത ഫാക്കൽറ്റിനോടാണെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അവർ എന്നെ കണക്ട് ചെയ്ത് പറയുന്നുണ്ടായിരിക്കും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചു പോയിട്ട് നിങ്ങളുടെ ആ ഫ്ലൈയിങ് കളേഴ്സോട് കൂടി നിങ്ങൾക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഇനി ലൈവ് സെഷൻസ് വരുമ്പോൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറിയുടെ ലൈവ് സെഷൻസ് വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ക്ലാസ് എടുക്കുന്നതല്ല, നമുക്ക് സൂം മീറ്റിംഗ് വഴി നമുക്ക് അപ്പോൾ മീറ്റ് ചെയ്യാം. എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സൂപ്പർ ആയിട്ടുള്ള ലേൺ വൈസ് ജേർണി ആവട്ടെ. നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ, നിങ്ങളെ ടൈം ടേബിൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട്. മെഗാ മിസ് ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി. നിങ്ങൾക്ക് ഇതിന് ശേഷം ഈ സെഷന് ശേഷം നിങ്ങളെ മെന്റേഴ്സ് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും കേട്ടോ. അവർ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ, എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നത്, എത്രയൊക്കെ ക്ലാസ്സസ് ഒരു ദിവസം പഠിക്കേണ്ട വരും എന്നൊക്കെ, നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ ആ ഒരു ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലെ. സോ ഇനിയിപ്പോ നമുക്ക് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദില മാം ഉണ്ട് ഇവിടെ, സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആണ്. സോ നമുക്ക് മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓവർ ടു യു ആദില മാം. ഓക്കെ, ഇപ്പൊ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, ഹായ് എവരിവൺ, ഐ എം ആദില, സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് ജോയിൻ ചെയ്തു, യൂണിവേഴ്സിറ്റി അഡ്മിഷനൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പുതിയ ജേണി, ലൈഫിലെ പുതിയൊരു ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ആ ജേണിയിൽ ത്രൂ ഔട്ട് നമ്മൾ ഉണ്ടായിരിക്കും. മെന്റേഴ്സിനെ പോലെ തന്നെ പാരലായിട്ട് പോകുന്ന ഒരു ടീമാണ് സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ്. വിത്തൗട്ട് മെന്റർഷിപ്പിലെ സ്റ്റുഡൻസ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ജേണിയിൽ നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ നിങ്ങളുടെ ജേണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ ബെസ്റ്റ് പെർഫോമൻസിനെ റിവീൽ ചെയ്യേണ്ട ഒരു ടൈമാണ്. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വെച്ചിട്ടുള്ള എല്ലാ സെഷൻസിലും എല്ലാത്തിലും അറ്റൻഡ് ചെയ്തതും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാസ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ആക്ഷൻ ടാസ്ക് ഒക്കെ തന്നിട്ടുള്ളൂ. അത് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്തിട്ടുള്ളവരെയൊക്കെ നമ്മള് കുറച്ച് പേരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാനും ജയശ മാമും കൂടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള 3 ലേണേഴ്സിനെയാണ് നമ്മൾ ഇവിടെ ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള 3 പേർക്കും സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. സോ അവരുടെ പേര് റിവീൽ ചെയ്യാൻ പോകുന്ന ടൈമാണ്.
സോ ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് ആയിട്ട് വരുന്നത് മജീദാണ്. സോ മജീദ് ഉണ്ടോ അവിടെ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് മജീദ്. മജീദ് സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണർ ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് സെഷൻ സേ ഹലോ ടു സെഷനിലൊക്കെ ഫസ്റ്റ് നമ്മൾ ഒരു ലേണറിനൊക്കെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ആള് ഇനീഷ്യേറ്റീവ് ചെയ്തെടുത്ത് വന്നിട്ട് ആ ഗെയിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് അബ്ദുൽ മജീദിനെയാണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും മജീദിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത്രയും പേരിൽ നിന്ന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സെലക്ട് ചെയ്തിട്ട് എല്ലാവരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ പറയാ, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി നമുക്ക് എല്ലാവർക്കും കുറച്ച് എല്ലായിടത്തും കണ്ടിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് മജീദാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് മജീദ്. മജീദിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്നത് നമ്മളുടെ ആന്റണി ആണ്. ആന്റണി ജോയിൻ ചെയ്തിട്ടുണ്ടോ? കൺഗ്രാറ്റുലേഷൻസ് ആന്റണി. നിങ്ങൾ എല്ലാവരും ഇടുന്ന എഫേർട്ടിന് കുറച്ചും കൂടി കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുന്നവരാണ് നമ്മളെ വിന്നേഴ്സ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തംസ് അപ്പ് ഒക്കെ ഇടുക. നിങ്ങളും അതുപോലെ തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളെ പോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ബാച്ച് മേറ്റ് തന്നെയാണ്. സോ നിങ്ങൾ എല്ലാവരും തംസ് അപ്പ് ഒക്കെ ഇട്ടിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് തസ്ലീമയാണ്. തസ്ലീമ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻ തസ്ലീമ. സോ ഇത് തസ്ലീമന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ 3 പേർക്കും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മെന്റർ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, സോ ഇവര് 3 പേരാണ് നമ്മളുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് വരുന്നത്. 3 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ എൻറ്റയർ ടീമിന്റെ കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്ക് അറിയിക്കുന്നു. ആന്റണി ഇതാ ഇപ്പൊ വന്നിട്ടുണ്ട്. ആന്റണി കൺഗ്രാറ്റുലേഷൻ. മജീദ് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മിസ്. എഫേർട്ടിനാണ് നമ്മൾ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു എന്താ പറയാ, ഒരു ഉത്സാഹം നിങ്ങളുടെ സ്റ്റഡീസിലും കാണിക്കുക. നന്നായി ബാക്കി എല്ലാവരും നിങ്ങൾ എല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുള്ളവർ തന്നെയാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെ നോക്കുന്ന സമയത്ത് 3 ആളെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 3 പേരാണ് കേട്ടോ. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ടാസ്ക് ഒക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് നമ്മുടെ റാപ്പപ്പ് വീഡിയോയിലേക്കാണ്. നമ്മളെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള സെഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു റാപ്പപ്പ് വീഡിയോ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ പ്ലേ ചെയ്യാൻ പോകും കേട്ടോ. സോ നമ്മുടെ റാപ്പപ്പ് വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാൻ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫീഡ്ബാക്കിന്റെ സെഷനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ കഴിഞ്ഞു പോയ സെഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ അക്കാഡമിക് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ബാച്ച്മേറ്റ്സിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിനെയും ബേസ് ചെയ്ത് നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് നമുക്ക് വേണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത് വന്ന് പറയുക. അപ്പൊ ആരാണ് ആദ്യം വരുന്നത്? ഓക്കെ, പറഞ്ഞു. ഉഷാറായിരുന്നു. കാരണം കുറെ കാലത്തിന് ശേഷം 10-16 വർഷത്തിന് ശേഷമാണ് വീണ്ടും പഠനത്തിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പേടി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ എല്ലാ ഇതിലും ഞാൻ ഇരുന്നപ്പോ എനിക്ക് ശരിക്കും കോൺഫിഡൻസ് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ സംഗതി ഒന്ന് എനിക്ക് പിന്നെ പല പേടികളും ഉണ്ടായിരുന്നു. ഒന്ന് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വൃദ്ധൻ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതല്ല എന്നുള്ളത് സെഷനിൽ തോന്നി ഒന്ന്. പിന്നെ വേറെ സംഗതി മാർക്ക് കിട്ടുമെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ഇത് കഴിഞ്ഞതില് പിന്നെ ആൾക്ക് മാർക്ക് കിട്ടുന്നില്ല. മാർക്ക് 1-2 ആളുകളെ കാണിച്ചല്ലോ. അവർക്ക് പിന്നെ 80% മാർക്ക് കിട്ടി, 70 മാർക്ക് കിട്ടിയാണ്. അപ്പൊ അതിന് മറുപടിയും കിട്ടി. അങ്ങനെ കുറെ സംഗതികളുണ്ട്. പിന്നെ മാത്രമല്ല ഒരു സ്കൂൾ ലെവലിൽ തന്നെ ആ ഒരു പഴയ ഇതിലേക്ക് തന്നെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു മെന്റലി ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആയി മാറി എന്നുള്ളതാണ്. അത് വലിയ സംഗതിയാണല്ലോ. പഠനത്തിൽ അത് വലിയ സംഗതി തന്നെയാണ്. അപ്പൊ പിന്നെ അതുപോലെ രണ്ടുപേരും പിന്നെ നേരത്തെ മേഘാമയം ആണെങ്കിലും ഇപ്പോ ജയ്ഷാമയം ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും ഒക്കെ വളരെ അത് രണ്ടും ഭയങ്കര സപ്പോർട്ടുമാണ്. അപ്പൊ താങ്ക് യു മജീദ്. അപ്പൊ നിങ്ങളെ അക്കാഡമിക് ജേർണിയിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളെ എൻറ്റയർ ടീം ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് ചോദിക്കാം. ആൻഡ് ഇവിടെ ഏജ് എന്ന് പറയുന്നതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. നമുക്ക് ചെറിയ
കുട്ടികൾ തൊട്ടിട്ട് വലിയ ആളുകൾ വരെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഏജ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസിയേഷൻ ഒന്നും നമുക്കില്ല. എല്ലാവരും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത് കേട്ടോ. ആ കാര്യത്തിലൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. ഇനി ആരാ വരുന്നേ? ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് ആദ്യമായിട്ട് തന്നെ ഒരു ബെസ്റ്റ് പെർഫോമേഴ്സിൽ സെലക്ട് ചെയ്തതിന് താങ്ക്സ് പറയുന്നു. ഇനി മറ്റ് എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഒരു ടീച്ചറാണ് എങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫീലിങ്ങിലേക്ക് എനിക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അനുഭവമായിട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പ്രായത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് 54 കഴിഞ്ഞു. എങ്കിൽ പോലും ഇപ്പോഴാണ് എനിക്കിതൊന്ന് ചെയ്യണം. വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇത് MA ഒന്ന് കഴിയണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് അതിനെനിക്കൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ ലേൺ ബൈ സിൽക്കിടെ അത് ചെയ്യാനായിട്ട് പറ്റുമെന്നിരിക്കുന്നു. എനിക്ക് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രമീകരണം ഉള്ളത് എനിക്ക് വലിയ ഇഷ്ടമായി. അത് ഏതൊരു ആളിനും പഠനത്തിലായാലും ഏത് കാര്യത്തിലായാലും സിസ്റ്റമാറ്റിക് ആയി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്കൊരു വലിയ കോൺഫിഡൻസ് ഉണ്ടായി. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരിക്കൽ പഠിപ്പിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പഠിക്കുക എന്ന് പറയുന്നത് പുതിയൊരു കാര്യം പഠിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ എഫർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ലേൺ ബൈസിൻ്റെ മെൻറ്റേഴ്സും പിന്നെ അക്കാഡമിക് കൗൺസിലറൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു ആന്റണി. അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, അതിപ്പോ ഏത് സമയമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും. ക്ലിയർ ചെയ്യാതെ ഒന്നും പോകത്തൊന്നുമില്ല. ഇനി ആരാണ് അടുത്തത് വരുന്നത്? തസ്ലീമ നേരത്തെ സംസാരിക്കാൻ വന്നതായിരുന്നല്ലോ. തസ്ലീമ, ഇവിടെ റേഞ്ച് പ്രശ്നമുണ്ട്, റേഞ്ചിന്റെ. കുഴപ്പമില്ല, സംസാരിച്ചോളൂ. ഇപ്പൊ റേഞ്ച് ഉണ്ട്. പിന്നെ ബെസ്റ്റ് പെർഫോമറിൽ തെരഞ്ഞെടുത്തതിന് ആദ്യം വലിയൊരു താങ്ക്സ്. ഇതിലൊന്നും അതിന് വലിയൊരു കാര്യമൊന്നും ഇല്ല. പക്ഷെ നിങ്ങളെ പഠിക്കുന്നതിലാണ് വലിയ കാര്യം. ഞാൻ MA ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ ഞാൻ ആദ്യം ലേൺവേഴ്സിന്റെ ഇതൊന്നും ആദ്യം വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണേ ലേൺവേഴ്സ് തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു MA ചെയ്യല് മാത്രം നമുക്ക് അതല്ല ആവശ്യം. കുറെ അറിവാണ് ആവശ്യം. അതിന് നല്ലൊരു ക്യാമ്പസിൽ ഇല്ലെങ്കിൽ അതെന്തായാലും നടക്കൂല. അപ്പം നമുക്ക് അതിനുള്ള അറിവ് കിട്ടാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേൺവേഴ്സിന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ജേണി ഉണ്ടല്ലോ, ഒരു പഠനം, അതെനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞാൻ നല്ലധികം അഭിമാനിക്കുന്നുണ്ട് അത് തെരഞ്ഞെടുത്ത്. എന്റെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. കാരണം പഠിക്കാനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷെ മെന്റേഴ്സും പിന്നെ എല്ലാരും ഇതിനെ സഹായിക്കണമെന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞാനിത് തെരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് നമ്മളെ എയിമിൽ എത്തട്ടെ, എല്ലാരും എത്തട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു തസ്ലീമ. അപ്പൊ തസ്ലീമ പറഞ്ഞ പോലെ നമ്മളിവിടെ എല്ലാതും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഭാഗത്തുനിന്ന് മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ നമ്മൾ തരുന്നതൊക്കെ അതുപോലെ തന്നെ പഠിക്കുക. നമ്മളിപ്പോ ഡെയിലി ആ ഒരു ടൈം ടേബിൾ ഒക്കെ കാണിച്ചു തന്നില്ല, എങ്ങനെയൊക്കെയാണ് ടൈം ടേബിൾ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ നിങ്ങൾ അത് അതുപോലെ തന്നെ കറക്റ്റ് ഫോളോ ചെയ്യുക. അസൈൻമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണി നല്ല സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആ വിത്തിൻ 2 കേട്ടോ ക്ലാസ്സിൽ വരുന്നത് ഒക്കെ റെക്കോർഡഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിസ് ചെയ്തു ഫസ്റ്റ്. അതായത് ഭയങ്കര
കാരണം ബാക്ക് ടു കോളേജ് ആ ഒരു ഡേയ്സ് പോണ ഒരു ഫീൽ ആയിരുന്നു നമുക്ക് തന്നെ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഓരോ ക്ലാസ് ഇങ്ങനെ കണ്ടു പോകുമ്പോഴും നമുക്ക് മനസ്സിലൊരു സമാധാനം. നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഈ 2 വർഷം കൊണ്ട് ഇത് സിസ്റ്റമാറ്റിക് തുടക്കത്തിലുള്ള ആവേശമൊന്നും അവസാനം ഉണ്ടാവില്ല വിചാരിച്ചിരുന്നു. പക്ഷേ ടൈം ടേബിൾ കാണുമ്പോഴായാലും പിന്നെ ഓരോരോ പ്രോത്സാഹനം കാണുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും തോന്നുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ. ഷമീമ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ലേണർ ആണ് കേട്ടോ. അപ്പൊ ആള് ഞാൻ പറഞ്ഞപ്പോ എല്ലാതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് സെഷൻ ഒക്കെ പോയി എടുത്ത് കണ്ടിട്ട് അതിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടുള്ള ഒരു ലേണർ ആണ് ഷമീമത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഷമീമ. ഇനി ആരാണ് വരുന്നത്? നമ്മളെ ബെസ്റ്റ് പെർഫോമൻസിൽ വന്നിട്ടുള്ള 3 പേരെ ആദ്യം വന്ന് സംസാരിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയില്ല. അവരെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. എന്തൊരു ടാസ്ക് കൊടുക്കുമ്പോഴും മുന്നിലേക്ക് ചാടി വന്ന് ചെയ്യുന്ന 3 ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും. അപ്പൊ അവരെന്നെ ഇന്നിപ്പോ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി ആരാണ് വന്ന് സംസാരിക്കുന്നത്? സുനില. ഓക്കെ, സംസാരിക്കും. എല്ലാ സെക്ഷൻസും ചില സെക്ഷൻസ് ഒക്കെ മിസ്സായി, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ്. പക്ഷെ എന്താണ്, ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഈ ഓറിയന്റേഷൻ സെക്ഷൻ കഴിഞ്ഞപ്പോൾ. എന്താ ചെയ്യാം, ഞാനിത് എങ്ങനെ എനിക്ക് ലേൺ വൈസ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടപ്പോ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ആ ഒരു പഠന രീതിയും ഒക്കെ കണ്ടപ്പോ അത് ജോയിൻ ചെയ്തെങ്കിലും എത്രത്തോളം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് യാതൊരു എന്നിൽ തന്നെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ ഓറിയന്റേഷൻ സെക്ഷനും പിന്നെ മെന്റേഴ്സിന്റെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കാണുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് ഇപ്പോൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചറും പാരന്റ്സ് ഒക്കെ പഠിക്കൂ എന്ന് പറയണ പോലെ എപ്പോഴും ഉണ്ടാവും എന്നൊരു, ഇനി നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും പഠിക്കൂല്ല എന്ന് അന്വേഷിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആരെങ്കിലും ബൂസ്റ്റ് ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ പഠിക്കാനായിട്ട്. അങ്ങനെ അത് തോന്നുന്നുണ്ട്. ഇപ്പൊ അത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന ഇപ്പൊ ഒരു വിശ്വാസമുണ്ട്. അത് 2 വർഷത്തോളം ഉണ്ടാവണം. അത് എന്താണ് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നും ആഗ്രഹമുണ്ട്. താങ്ക് യു. താങ്ക് യു സുനില. അപ്പൊ സുനില പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പഠിക്കാൻ വേണ്ടി പുഷ് ചെയ്യാൻ തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ വീക്ക്ലി കോൾ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങളെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, എവിടെ വരെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ എന്താണോ പിന്നാലെ നടന്ന് പഠിച്ചിരുന്നത് അതുപോലെ പഠിപ്പിക്കാനാണ് നിങ്ങളെ മെന്റേഴ്സ് ഇപ്പൊ ഇവിടെ ഉള്ളത്. എന്തായാലും നിങ്ങളെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന വരെ നമ്മൾ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അപ്പൊ നന്നായി പഠിക്കുക. നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ തരുന്ന ടൈം ടേബിൾ പ്രകാരമൊക്കെ നിങ്ങൾ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ നോക്കാട്ടോ. ഇനി ആരാ വരുന്നേ? ഇനി ആരാ സംസാരിക്കാൻ വരുന്നേ? നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് തന്നെയാണ്. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നേ? പറയൂ റഹന, പറയൂ. മാം, ആദ്യം ഇത് ബെസ്റ്റ് പെർഫോമൻസ് കിട്ടിയ 3 പേർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഫസ്റ്റ് ലാംഗ്വേജിൽ എനിക്ക് അയച്ചു തന്നത് എന്റെ അച്ഛനാണ്. ഫേസ്ബുക്ക് വഴി കണ്ടിട്ടാണ് അയച്ചു തന്നത്. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു എന്തുവാ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പഠിക്കാൻ പറ്റൂ ഇല്ലേന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സെക്ഷൻസ് കണ്ടപ്പം നല്ല കോൺഫിഡൻസ് തോന്നി പഠിക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ മെന്റലായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഓരോ ഇംഗ്ലീഷ് ആണെങ്കിലും ഓരോന്ന് ഇംപ്രൂവ്മെന്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് EEP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഉണ്ട്. അപ്പം വേറൊരു പ്ലാറ്റ്ഫോമിലും കാണാൻ പറ്റാത്ത ഒരു ഇതാണ് ഈ ലേൺവൈസിനകത്ത് കണ്ടേക്കുന്നത്. പിന്നെ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും നല്ലപോലെ പഠിക്കാൻ പറ്റുമെന്നും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ജയ്ഷ മാമാണെങ്കിലും മേഘ മാമാണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. ഓക്കെ, താങ്ക് യു റഹന.
സോ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത്. ആ ഒരു നിങ്ങൾ കുറെ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റഡീസിലേക്ക് വരുന്ന എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഫിയർ ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോ പറ്റുമോ, ഇത്രയും പ്രായമായി എനിക്ക് ആ പണ്ടത്തെ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടിയൊക്കെ ഒരുപാട് പേരതൊക്കെ പോയിട്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. സംസാരിച്ച എല്ലാവരും അതന്നെയായിരുന്നു മെയിൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടി എന്നുള്ളത്. സോ ഇതേപോലെ തന്നെ നിങ്ങൾ ആ എൻറ്റയർ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഇനി ആരാ സംസാരിക്കാൻ വരുന്നേ? ഇത്രയും പേരുണ്ടായിട്ടൊന്നും ആരും സംസാരിക്കാൻ വരുന്നില്ലേ? നിങ്ങളെ ബാച്ച്മേറ്റ്സ് തന്നെയാണ് ഇത്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ ലൈവിലൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഓക്കെ, സുദർശനൻ വരൂ, സംസാരിക്കും. ഹായ്. അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്യണേ. Okay, good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. Good evening, everyone. ഞാന് പഠിച്ചിട്ടൊക്കെ ഒരുപാട് വർഷമായി. അപ്പോ വീണ്ടും പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. എന്തായാലും ലേൺവൈസിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കൊള്ളാം. ഇപ്പോൾ കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞാനൊരു ബികോം കാരനാണ്. അപ്പോ MA നേരിട്ട് പഠിക്കുമ്പോ ഒരു ലാംഗ്വേജ് പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴേ ഇച്ചിരി ടഫാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാം. മെന്റാസ് എന്നെ സഹായിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഏതായാലും ഞാൻ ശ്രമിക്കാം. എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട്. എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ അല്പം പുറകിലോട്ടാണ്. അപ്പൊ അതൊരു ഭാഷ ഒന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ MA ചേർന്നത്. അപ്പോ എനിക്ക് പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ മാം. താങ്ക് യു സുദർശനൻ. അപ്പോ ഈ നമ്മളിവിടെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള MA ഒരുപാട് പേര് BA ഇംഗ്ലീഷ് എടുക്കാതെ MA എടുത്ത കുറെ ലേണേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുന്നത്തെ ബാച്ചസിൽ ഇതുപോലെയൊക്കെ എടുത്ത ലേണേഴ്സ് ഉണ്ട്. അവരൊന്നും ഒരു കുഴപ്പമില്ലാതെ തന്നെ നമ്മളുടെ സപ്പോർട്ടോട് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുമോ, അത് ടഫ് ആണോ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾ കുറച്ച് അധികം ടൈം വായിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. അറിയാലോ, ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം വായിക്കാനൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ച് വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ അങ്ങനെ വായിച്ചാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് നമ്മളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ ഇനി ആരാ വരുന്നത്? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേരൊന്ന് പറയാവോ? റെഡ്മി നോട്ട് 7 Pro എന്നാണ് ഇതിലുള്ളത്. സോറി, പേര് ജിജി എന്നാണ്. വീഡിയോ ഓൺ ചെയ്യണോ? ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. ഫോഴ്സ് ചെയ്യാം. കംഫർട്ടബിൾ. ഓക്കെ, ഫൈൻ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. ഐ തിങ്ക് 7 o'clock അല്ലേ നമ്മുടെ പ്രോഗ്രാം? ഓക്കെ, 7 o'clock നമ്മൾ ആക്ച്വലി ഇന്ന് നമ്മളുടെ ആ ഒരു ടൈം ടേബിൾ, നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ടൈം ടേബിൾ ലോഞ്ചിങ്ങിന്റെ ഡേ ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എന്താ പറയുക ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ ലേണേഴ്സിന് ഇന്ന് നിങ്ങളുടെ ഫൈനൽ സെഷൻ ആണ്. നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് 10 സെഷൻസ് വരുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഇന്ന് ലാസ്റ്റ് ഫൈനൽ സെഷൻ ആണ്. സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടാണ്. നാളെ തൊട്ടിട്ട് നിങ്ങൾ ഇനി പഠിക്കാൻ തുടങ്ങുകയാണ്. സോ അതിന്റെ ആ ഒരു ഫൈനൽ സെഷൻ ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അപ്പൊ നമ്മളെ ഫീഡ്ബാക്ക് ഒക്കെ ആയിരുന്നു ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. നമ്മളെ ടൈം ടേബിൾ ലോഞ്ചിങ് ഓൾറെഡി കഴിഞ്ഞു. അത് ഇനി നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് അത് പേഴ്സണലി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ന് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്ന ലേണേഴ്സ് ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവിടെ സെഷൻ 1 തൊട്ടിട്ട് എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊന്നും ആരും സംസാരിക്കുന്നില്ല. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഉണ്ടാവുക ഇവിടെ. അവരൊന്നും സംസാരിക്കാതെ ലാസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നവരാണ് ഇപ്പൊ ഇവിടെ കയറി ഇങ്ങനെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത്. Welcome to a visual journey through the vibrant
and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. സോ നമ്മളുടെ എല്ലാ കഴിഞ്ഞുപോയ സെഷൻസും ഒറ്റ ഒരു ഇതിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടാവും. എല്ലാ സെഷനിലും ഉണ്ടായിരുന്ന ഹൈലൈറ്റ്സ് ഒക്കെ വെച്ച് നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്തു. സ്റ്റാർട്ടിങ് പ്രസന്റ് ചെയ്ത സമയത്ത് അതിന് സൗണ്ട് ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് അങ്ങനെ വന്നതാണ്. പിന്നെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത സംഭവം നമ്മൾ എങ്ങനെയായാലും നിങ്ങൾക്ക് തന്നെ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് തരും. സോ അങ്ങനെ നമ്മളുടെ ആ ഒരു റാപ്പ് വീഡിയോ നിങ്ങൾ കണ്ടു. സോ ഇനിയിപ്പോ നമുക്ക് നമ്മളെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അതിന്റെ മുന്നേ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മെന്റർ കുറച്ച് ഫോംസ് അയക്കും. ഫോംസ് എന്ന് പറയുമ്പോൾ 2 ഫോംസ് അയക്കും. അതിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഫോം ആണ്. അതിപ്പോ നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞവർ കൂടാതെ ഇപ്പൊ ഒന്നും പറയാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, സംസാരിക്കണം പക്ഷെ സംസാരിക്കാതിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കും കൂടി ഇത് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഫോംസ് കയറിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ സെഷൻസിനൊക്കെ ഒരു ബേസ് ചെയ്തിട്ട് ഒരു അസസ്മെന്റ് പോലെ ഒരു ഫോം ഉണ്ട്. അപ്പൊ അതൊന്ന് കയറി അറ്റൻഡ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ മുന്നത്തെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അല്ലാത്തവർ വേണമെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് കണ്ടിട്ട് ആ ഒരു അസസ്മെന്റ് ഫോം ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇപ്പൊ ഇവിടെ നമ്മുടെ ഫീഡ്ബാക്ക് പറഞ്ഞവരും അല്ലാത്തവരും എല്ലാവരും നിർബന്ധമായി ആ 2 ഫോമും ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് അങ്ങനെ നമ്മളുടെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ റഹീ സാറ് ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ സാറിന് കുറച്ച് തിരക്ക് കാരണം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ സാറിന്റെ സൈഡിൽ നിന്നും നമ്മുടെ എൻറ്റയർ 4 ടീമിന്റെ സൈഡിൽ നിന്നും നിങ്ങൾക്കൊരു ഓൾ ദി ബെസ്റ്റ് ഉണ്ട്. നമ്മൾ പഠിക്കുക. നമ്മളെ ഈ എൻറ്റയർ ജേർണി, നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ ഫുള്ളും നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ നമ്മൾ ഇവിടെ ഉണ്ട്.
സോ നിങ്ങൾ നന്നായി പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ജയഷ മാം, അതുപോലെ തന്നെ ഹിബ മാം, അതുപോലെ നമ്മുടെ സുനീറ മാം, ഇവർക്ക് എല്ലാവർക്കും താങ്ക് യു പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളോടും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ കുറെ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ പേർക്കൊന്നും നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പേരൊന്നും അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇത് കീപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഇനിയിപ്പോ നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് കടക്കാണ്. നാളെ തൊട്ടിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുക. ആദ്യത്തെ ഒരു ആവേശം കുറച്ച് കഴിയുമ്പോൾ പോവാതിരിക്കുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളിപ്പോ നമ്മളുടെ ഇവിടെ ഇപ്പൊ ഈ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മളുടെ നെക്സ്റ്റ് ജൂണിൽ എക്സാം എഴുതണം. എല്ലാവരും അതുപോലെ തന്നെ പാസ്സാവണം. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവരും നമ്മുടെ ഈ ബാച്ചിലുള്ള എല്ലാവരും ഒരേപോലെ തന്നെ പഠിച്ച് പാസ്സായി കാണുന്നതാണ് നമ്മളുടെ ഹാപ്പിനെസ്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.